ടോപ്പ് ട്യൂഷന്റെ ഹിസ്റ്ററി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 4 വെൽത്ത് ആൻഡ് ദ വേൾഡിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുകളാണ്. Question: What were the two main events in the 15th century that led to geographical expeditions? 15th century geographical expeditions ലീഡ് ചെയ്തിട്ടുള്ള രണ്ട് മെയിൻ ഇവന്റ്സ് ഏതൊക്കെയാണ്? ഇപ്പോൾ 15th സെഞ്ചുറിയിൽ ജിയോഗ്രാഫിക്കൽ എക്സ്പെഡീഷൻ ലീഡ് ചെയ്തിട്ടുള്ള മെയിൻ ഇവന്റ്സിലെ ഒരു ഇവൻ്റാണ് 1453 നടന്ന ടർക്സിൻ്റെ കോൺസ്റ്റാന്റിനോപ്പിൾ കോൺക്വസ്റ്റ്. അപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിൾ കോൺക്വസ്റ്റ് ചെയ്തതോടുകൂടി യൂറോപ്പിൻ്റെയും ഏഷ്യൻ്റെയും ഇടയിലുള്ള ലാൻഡ് ട്രേഡ് റൂട്ട് ബ്ലോക്കായി. അപ്പോൾ പെപ്പർ പോലത്തെ സ്പൈസസിന് വേണ്ടിയിട്ട് യൂറോപ്യൻസ് ഈ ഒരു റൂട്ടായിരുന്നു ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബ്ലോക്ക് ആയതോടെ അവർക്ക് വേറൊരു റൂട്ട് കണ്ടുപിടിക്കേണ്ടി വന്നു. രണ്ടാമത്തെ മെയിൻ ഇവന്റ് എന്ന് പറയുന്നത് ആഫ്രിക്കയിലുള്ള ഗിനിയ കോസ്റ്റിൽ പോർച്ചുഗീസിന്റെ അറൈവൽ ആയിരുന്നു. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Two significant events in the 15th century were key to the start of geographical expeditions. The first was the conquest of Constantinople by the Turks in 1453. This blocked the main land trade route between Europe and Asia. Europeans depended on this route for spices like pepper, so they had to find a new sea route. The second event was the arrival of the Portuguese on the Guinea coast in Africa, which encouraged further exploration. Question: What factors helped the European nations in their sea expeditions? Sea expeditions യൂറോപ്യൻ നേഷന് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഹെൽപ്പ് ചെയ്തത്? ഇപ്പോൾ യൂറോപ്യൻ നേഷൻസിന് സക്സസ്ഫുൾ ആയിട്ടുള്ള സീ എക്സ്പെഡീഷൻസിന് വേണ്ടിയിട്ട് കുറേ ഫാക്ടേഴ്സ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ചിലതിൽ ഒന്നാണ് ഇവർ വന്നിട്ട് ലാർജ് ആയിട്ടുള്ള ഓഷ്യൻസ് ഒക്കെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ഷിപ്സ് ഒക്കെ ബിൽഡ് ചെയ്തിരുന്നു. അതുമാത്രമല്ല ഈ സെയിലേഴ്സിന് വഴി കണ്ടുപിടിക്കാനുള്ള ഹെൽപ്പ് ചെയ്തിട്ടുള്ള കോമ്പസ് പോലെയുള്ള നാവിഗേഷണൽ ടൂൾസും ഇവർ ഇൻവെൻറ്റ് ചെയ്തിരുന്നു. പിന്നെ പോർച്ചുഗൽ, സ്പെയിൻ പോലത്തെ കൺട്രീസിലെ റൂളേഴ്സ് വന്നിട്ട് ഈ വോയേജസിനൊക്കെ മണിയും അതുപോലെ തന്നെ സപ്പോർട്ടൊക്കെ നൽകിയിരുന്നു. പിന്നെ അതുമാത്രമല്ല ഈ നേഷൻസിന് വന്നിട്ട് സ്ട്രോങ് ആയിട്ടുള്ള മിലിറ്ററി പവറും അതുപോലെ തന്നെ സീ ഫെയറിംഗ് ഹിസ്റ്ററിയും ഉണ്ടായിരുന്നു. അപ്പം ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Several factors enabled European nations to undertake successful expeditions. They built advanced ships that were strong enough to cross large oceans. The invention of navigational tools like the compass helped sailors find their way. Rulers of countries like Portugal and Spain gave money and support for these voyages. These nations also had strong military power and a long history of seafaring. Question: Explain the journey of Vasco da Gama and its importance. വാസ്കോ ഡ ഗാമയുടെ ജേണിയും അതിൻ്റെ ഇമ്പോർട്ടൻസിനെയും കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. വാസ്കോ ഡ ഗാമ പറയുന്നത് ഒരു പോർച്ചുഗീസ് എക്സ്പ്ലോറർ ആയിരുന്നു. ഇദ്ദേഹമാണ് ഇന്ത്യയിലോട്ടുള്ള സീ റൂട്ട് ഫൈൻഡ് ചെയ്തത്. ഇദ്ദേഹം വന്നിട്ട് ആഫ്രിക്കയുടെ സദേൺ ടിപ്പിലൂടെയുള്ള ബാർട്ടോലോമിയോ ഡിയാസിൻ്റെ റൂട്ട് ഫോളോ ചെയ്തിട്ടായിരുന്നു വന്നിരുന്നത്. അപ്പോൾ ഇദ്ദേഹം ആഫ്രിക്കയിലുള്ള ഈസ്റ്റ് കോസ്റ്റിലൂടെ സെയിൽ ചെയ്തിട്ട് ഇന്ത്യൻ ഓഷ്യൻ ക്രോസ് ചെയ്യുകയാണ് ചെയ്തത്. എന്നിട്ട് 1498 ഇന്ത്യയിലുള്ള കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് ഷോറിൽ ഇദ്ദേഹം റീച്ച് ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഹിസ്റ്റോറിക് വോയേജാണ്, അതായത് സീയിലൂടെ ഇന്ത്യയിൽ റീച്ച് ചെയ്തിട്ടുള്ള ആദ്യത്തെ യൂറോപ്യൻ ആയിട്ട് മാർക്ക് ചെയ്തത്. ഇവിടെ നിന്നിട്ടാണ് യൂറോപ്യൻ ഡോമിനേഷൻ്റെ എറ ബിഗിൻ ചെയ്യുന്നത്. ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Vasco da Gama was a Portuguese explorer who set out to find a sea route to India. He followed the route of Bartolomeo Diaz around the southern tip of Africa. He successfully sailed along the eastern coast of Africa and crossed the Indian Ocean. In 1498, he reached the shores of Kappad near Kozhikode in India. This historic voyage marked the first time a European had reached India by sea and began the era of European domination. Question: What is mercantilism? Mercantilism പറഞ്ഞാൽ എന്താണ്? 16th സെഞ്ചുറി മുതൽ 18th സെഞ്ചുറി വരെ യൂറോപ്യൻ നേഷൻസ് ഫോളോ ചെയ്തിട്ടുള്ള ഒരു എക്കണോമിക് പോളിസിയാണ് മെർക്കന്റിലിസം. അപ്പോൾ ഈ ഒരു പോളിസി പ്രകാരം നേഷൻ്റെ വെൽത്ത് മെഷർ ചെയ്യുന്നത് അവിടെയുള്ള ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും എമൗണ്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ മെർക്കന്റിലിസ്റ്റ് കൺട്രീസ് വന്നിട്ട് അവരുടെ വെൽത്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ടിനേക്കാളും അവർ കൂടുതൽ ഗുഡ്സ് എക്സ്പോർട്ടാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഇവർ വന്നിട്ട് അവരുടെ ചീപ്പ് റോ മെറ്റീരിയൽസിൻ്റെ സോഴ്സ് ആയിട്ടും അതുപോലെ തന്നെ ഫിനിഷ്ഡ് പ്രൊഡക്ട്സിൻ്റെ മാർക്കറ്റായിട്ടും യൂസ് ചെയ്തത് അവരുടെ കോളനീസ് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്കിങ്ങനെ എഴുതാൻ നോക്കാം.
Mercantilism was an economic policy followed by European nations during the 16th to 18th century. According to this policy, the wealth of a nation was measured by the amount of gold and silver it had. Mercantilist countries tried to increase their wealth by exporting more goods than they imported. They used their colonies as a source of cheap raw materials and markets for their finished products. Question. However, joint stock companies are different from the colonial trade controlled by Spain and Portugal. എങ്ങനെയാണ് സ്പെയിനും പോർച്ചുഗലും കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്ന കൊളോണിയൽ ട്രേഡിൽ നിന്നും ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് ഡിഫറെൻ്റ് ആവുന്നത്? ഇപ്പൊ സ്പെയിനും പോർച്ചുഗൽസും വന്ന് അവരുടെ കൊളോണിയൽ ട്രേഡ് വന്നിട്ട് കൺട്രോൾ ചെയ്തിരുന്നത് ഡയറക്റ്റ് ആയിട്ട് അവരുടെ കിങ്സിന്റെ അതോറിറ്റിയിലായിരുന്നു. അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് ഗോൾഡും സിൽവറും എക്സ്ട്രാക്ഷനിലായിരുന്നു. ഈ ഒരു വെൽത്ത് വന്നിട്ട് അവരുടെ റോയൽ പർപ്പസിനായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മറിച്ച് ഇംഗ്ലണ്ടും നെതർലാൻഡ്സ് പോലത്തെ കൺട്രീസ് വന്നിട്ട് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസിലൂടെയായിരുന്നു ട്രേഡ് കണ്ടക്ട് ചെയ്തത്. അപ്പൊ ഈ ഒരു കമ്പനീസ് ഫോം ചെയ്തത് കുറേ ഇൻവെസ്റ്റേഴ്സിന്റെ ക്യാപിറ്റലിൽ നിന്നും ആയിരുന്നു. അപ്പൊ ഈ ഒരു ഇൻവെസ്റ്റേഴ്സ് വന്നിട്ട് അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് തിരിച്ച് ഈ ബിസിനസ്സിലോട്ട് തന്നെ റീഇൻവെസ്റ്റ് ചെയ്യുകയും അതിന്റെ ബേസിസിൽ അവരുടെ ഹോം കൺട്രീസിൽ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്, ഫ്യൂവലിന്റെ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് നടക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Spain and Portugal controlled their colonial trade directly under the authority of their kings. They focused on extracting gold and silver and used the wealth for royal purposes like building palaces. In contrast, countries like England and the Netherlands conducted trade through joint stock companies. These companies were formed by pooling capital from many investors. They reinvested their profit back into the business, which helped fuel industrial growth in their home countries. Question. Describe the system of merchant capitalism. Merchant capitalism സിസ്റ്റത്തിനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യുക. ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് മുമ്പ് എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു എക്കണോമിക് സിസ്റ്റം ആയിരുന്നു മെർച്ചന്റ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. ഈ ഒരു സിസ്റ്റത്തിൽ വന്നിട്ട് വെൽത്തി ആയിട്ടുള്ള മെർച്ചന്റ്സ് ആണ് പ്രൊഡക്ഷൻ പ്രോസസ്സിന്റെ സെന്റർ ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ ഇവർ വന്നിട്ട് ആർട്ടിസൻസിന് റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്നു. ഈ ആർട്ടിസൻസ് വന്നിട്ട് അവരുടെ റൂറൽ ഏരിയാസിലുള്ള ഹോമിലിരുന്ന് വർക്ക് ചെയ്യുന്നു. ഇപ്പൊ ആർട്ടിസൻസ് ഫിനിഷ്ഡ് ഗുഡ്സ് പിന്നീട് മെർച്ചന്റ്സിനെ ഏൽപ്പിക്കുകയും മെർച്ചന്റ്സ് അതിനുള്ള ലേബർ അവർക്ക് കൊടുക്കുകയും ചെയ്യുന്നു. പിന്നീട് ഈ ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് വന്നിട്ട് മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് പ്രോഫിറ്റിന് ഈ മെർച്ചന്റ്സ് വിൽക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പ്രൊഡ്യൂസേഴ്സിന്റെയും കൺസ്യൂമേഴ്സിന്റെയും ഇടയിലുള്ള മിഡിൽ മാൻ ആയിട്ടാണ് ഈ വെൽത്തി ആയിട്ടുള്ള മെർച്ചന്റ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Merchant capitalism was an economic system that existed before the Industrial Revolution. In this system, wealthy merchants were the central figures in the production process. They supplied raw materials to artisans who worked from their homes in rural areas. The artisans made the finished products and were paid for their labor by the merchants. The merchants then sold these goods in the market for a profit, acting as middlemen between producers and consumers. കൊടുക്കും തോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. Question. What was the Industrial Revolution and where did it begin? Industrial Revolution പറഞ്ഞാൽ എന്തായിരുന്നു, അത് എവിടെയായിരുന്നു ബിഗിൻ ചെയ്തത്? ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറയുന്നത് മാനുഫാക്ചറിങ്ങിന്റെയും ടെക്നോളജിയിലും വന്ന മേജർ ചേഞ്ചസിന്റെ ഒരു പീരീഡ് ആയിരുന്നു. അപ്പൊ ഇത് നടന്നത് 1718 അതുപോലെ 1815 ഇടയിലായിരുന്നു. അതും ഇംഗ്ലണ്ടിലുള്ള ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലായിരുന്നു ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ആദ്യമൊക്കെ കോട്ടേജസിൽ വെച്ചിട്ട് ഹാൻഡ് യൂസ് ചെയ്തിട്ടായിരുന്നു പ്രൊഡക്ഷൻ നടത്തിയിരുന്നത്. അപ്പൊ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നതോടെ ഫാക്ടറീസിൽ വെച്ചിട്ട് മെഷീൻ യൂസ് ചെയ്തിട്ടായിരുന്നു പ്രൊഡക്ഷൻ നടത്തിയത്. അപ്പൊ ഈ ഒരു പുതിയ ഇൻവെൻഷൻസും അതുപോലെ സ്റ്റീം പവറിന്റെ യൂസ് ഒക്കെ ഗുഡ്സിന്റെ മാസ് പ്രൊഡക്ഷനാണ് റിസൾട്ട് ചെയ്തത്. അപ്പൊ ഈ ഒരു റെവല്യൂഷൻ വന്നിട്ട് എക്കണോമിനെയും സൊസൈറ്റിനെയും അതുപോലെ ജനങ്ങളുടെ ജീവിത രീതിയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റുകയാണ് ചെയ്തിരുന്നത്. ഇപ്പൊ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Industrial Revolution was a period of major changes in manufacturing and technology. It took place between 1780 and 1850 and started in England's textile industry. Production shifted from being done by hand in cottages to being done by machines in factories. New inventions and the use of steam power led to mass production of goods. This revolution completely changed the economy, society, and the way people lived. Question. List the major changes that took place as a part of the Industrial Revolution.
ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഭാഗമായിട്ട് നടന്ന മേജർ ചേഞ്ചസ് ലിസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നിട്ട് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ കുറേ ചേഞ്ചസ് കൊണ്ടുവന്നു. അതിൽ ആദ്യത്തെ ചേഞ്ചസ് എന്താണെന്ന് വെച്ചാൽ ഹാൻഡ് ടൂൾസ് ഒക്കെ റീപ്ലേസ് ചെയ്തിട്ട് മെഷീൻസ് ആണ് അവിടെ കൊണ്ടുവന്നത്. അപ്പോൾ ഇത് വന്നിട്ട് ബെറ്റർ ടൂൾസും മെഷീൻസും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ ലീഡ് ചെയ്തു. പിന്നെ സ്റ്റീമിനെ ഫാക്ടറീസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പവർഫുൾ സോഴ്സ് ഓഫ് എനർജി ആയിട്ട് അവർ ഡെവലപ്പ് ചെയ്തു. പിന്നെ പ്രൊഡക്ഷൻ വന്നിട്ട് സ്മോൾ കോട്ടേജസിൽ നിന്നും ലാർജ് ഫാക്ടറീസിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. പിന്നെ റെയിൽവേസ്, കനാൽസ് പോലെയുള്ള ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഡെവലപ്പ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Industrial Revolution brought several major changes to the production process. Manufacturing was mechanized with machines replacing hand tools. There was significant advancement in metallurgy leading to better tools and machines. Steam was developed as a new and powerful source of energy to run factories. Production shifted from small cottages to large factories located in cities. Better transport facilities like railways and canals were also developed. Question: What were the main demerits of the Industrial Revolution? Industrial Revolutionന്റെ മെയിൻ demerits എന്തൊക്കെയായിരുന്നു? ഇപ്പോൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷന് കുറേ നെഗറ്റീവ് കോൺസിക്വൻസസും ഉണ്ടായിട്ടുണ്ട്. അതായത് കുറച്ച് വേജസിന് വേണ്ടിയിട്ട് കൂടുതൽ ഹവേഴ്സ് വർക്കേഴ്സിനെ കൊണ്ട് ഫാക്ടറി ഓണേഴ്സ് വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഫാക്ടറി ഓണേഴ്സ് ലേബറേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല സ്ത്രീകളും കുട്ടികളൊക്കെ ഇവിടെ എംപ്ലോയ് ചെയ്തിരുന്നു. അപ്പോൾ അവർക്ക് ഹാർഷായിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ സിറ്റീസിൻ്റെ റാപ്പിഡ് ഗ്രോത്ത് വന്നിട്ട് ഓവർ ക്രൗഡിങ്ങിനും അതുപോലെ സ്ലംസിൻ്റെ റൈസിങ്ങിനും വളരെയധികം വഴിയൊരുക്കി. അപ്പോൾ ഈ സ്ലംസ് എന്ന് പറയുന്നത് ബേസിക് ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്ത ഒരു ഡേർട്ടി ആയിട്ടുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ ഇവിടെ പോവേർട്ടിയും അതുപോലെ ഡിസീസസിൻ്റെ ഒക്കെ സെൻറ്റർ ആയിട്ട് മാറുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Industrial Revolution had many negative consequences, especially for the working class. Factory owners exploited laborers, making them work long hours for very low wages. Women and children were also employed and faced harsh working conditions. The rapid growth of cities led to overcrowding and the rise of slums. These slums were dirty, lacked basic facilities, and became centers for poverty and disease. Question: What is imperialism and how did it develop from industrialization? ഇമ്പീരിയലിസം പറഞ്ഞാൽ എന്താണ്, അതെങ്ങനെയാണ് ഇൻഡസ്ട്രിയലൈസേഷനിൽ നിന്നും ഡെവലപ്പ് ചെയ്തത്? ഇമ്പീരിയലിസം പറയുന്നത് ഒരു പോളിസിയാണ്. അപ്പം ഇതിനകത്ത് പവർഫുൾ ആയിട്ടുള്ള കൺട്രീസ് വന്നിട്ട് മറ്റു റീജിയൻസിൽ അവരുടെ പൊളിറ്റിക്കലും എക്കണോമിക് കൺട്രോൾ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നിട്ട് ഫാക്ടറീസിന് റോ മെറ്റീരിയൽസിൻ്റെ ഒരു ഹ്യൂജ് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള നേഷൻസ് വന്നിട്ട് അവരുടെ മാസ് ആയിട്ടുള്ള പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ മാർക്കറ്റ്സിനും ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ കോളനീസ് ആണ് ഈ ഒരു സോഴ്സ് ഓഫ് ചീപ്പ് റോ മെറ്റീരിയൽസും അതുപോലെ റെഡി മാർക്കറ്റ് ആയിട്ട് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു എക്കണോമിക് ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂറോപ്യൻ കൺട്രീസ് വന്നിട്ട് അവരുടെ കോളനീസിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ കൺട്രോൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇതിനെയാണ് ഇമ്പീരിയലിസം എന്ന് പറഞ്ഞിരുന്നത്. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Imperialism is a policy where a powerful country establishes political and economic control over other regions. The Industrial Revolution created a huge demand for raw materials for factories. Industrialized nations also needed new markets to sell their mass-produced goods. Colonies served both as a source of cheap raw materials and a ready market. To protect these economic interests, European countries established direct political control over their colonies, which is known as imperialism. Question: What were the two major military alliances formed before the First World War? First World Warന് മുമ്പ് ഫോം ചെയ്ത രണ്ട് മേജർ മിലിറ്ററി അലയൻസസ് ഏതൊക്കെയായിരുന്നു? യൂറോപ്യൻ നേഷൻസ് തമ്മിലുള്ള മിസ്ട്രസ്റ്റും ഫിയറും വന്നിട്ട് അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു പുതിയ മിലിറ്ററി അലയൻസസ് ഫോം ചെയ്യിപ്പിച്ചു. അപ്പോൾ ഇതിൽ വരുന്ന രണ്ട് മേജർ മിലിറ്ററി അലയൻസസ് എന്ന് പറയുന്നത് ഒന്ന് ട്രിപ്പിൾ അലയൻസും രണ്ടാമത് ട്രിപ്പിൾ എൻറ്റൻറ്റി ആയിരുന്നു. അപ്പോൾ ട്രിപ്പിൾ അലയൻസസിൽ വരുന്നത് ഇറ്റലി, ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി ആയിരുന്നു. അതേസമയം ട്രിപ്പിൾ എൻറ്ററ്റിയിൽ വരുന്നത് ഇംഗ്ലണ്ട്, റഷ്യ, ഫ്രാൻസ് എന്നിവരായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. The growing fear and mistrust among European nations led them to form military alliances for protection. Two major rival alliances emerged. The first was the Triple Alliance, which consisted of Germany, Austria-Hungary, and Italy.
The second was the Triple Entente, which included England, France, and Russia. These alliances meant that a conflict between two nations could easily escalate into a larger war. Join Top Tuition Center today to achieve excellent success through small batch-sized tuition classes for high school students. Question: What was the immediate cause of the First World War? First World Warന്റെ immediate cause എന്തായിരുന്നു? ഇപ്പോൾ ഫസ്റ്റ് വേൾഡ് വാറിന്റെ ഇമ്മീഡിയറ്റ് കോസ് എന്ന് പറയുന്നത് ബാൽക്കൺസിന്റെ അസാസിനേഷൻ ആയിരുന്നു. അതായത് ജൂൺ 28, 1914 ഗാവ്രിലോ പ്രിൻസിപ്പ് എന്ന് പറയുന്ന സെർബിയൻ നാഷണലിസ്റ്റ് വന്നിട്ട് ബോസ്നിയയുടെ ക്യാപിറ്റലായിട്ടുള്ള സരജേവോയിൽ വെച്ചിട്ട് ഓസ്ട്രിയ ഹംഗറിയിൽ രാജാവാൻ പോകുന്ന ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസ് ഫെർഡിനാൻഡിനെ അസാസിനേറ്റ് ചെയ്തു. അപ്പോൾ ഓസ്ട്രിയ ഹംഗറി വന്നിട്ട് ഈ ഒരു അറ്റാക്കിന്റെ കാരണം സെർബിയയാണെന്ന് ബ്ലെയിം ചെയ്യുകയും അവരുടെ മേലെ ഒരു വാർ ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു. പിന്നെ മിലിറ്ററി അലയൻസസ് കാരണം മറ്റു കൺട്രീസും ഈ ഒരു കോൺഫ്ലിക്റ്റിൽ പങ്കെടുക്കുകയായിരുന്നു ചെയ്തത്. ഇത് വന്നിട്ട് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The immediate trigger for the First World War was an assassination in the Balkans. On June 28, 1914, Archduke Franz Ferdinand, the heir to the throne of Austria-Hungary, was assassinated. He was shot in Sarajevo, the capital of Bosnia, by a Serbian nationalist named Gavrilo Princip. Austria-Hungary blamed Serbia for the attack and declared war on them 1 month later. Because of the military alliances, other countries were quickly drawn into the conflict, starting the World War. Question: What is totalitarianism? List its key features. Totalitarianism പറഞ്ഞാൽ എന്താണ്? അതിന്റെ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇപ്പോൾ ടോട്ടലിറ്റാരിയനിസം എന്ന് പറയുന്നത് ഗവൺമെന്റിലെ ഒരു സിസ്റ്റം ആണ്. അപ്പോൾ ഇതിനകത്ത് പബ്ലിക്കിന്റെയും പ്രൈവറ്റിന്റെയും ലൈഫിന്റെ കംപ്ലീറ്റ് കൺട്രോൾ സ്റ്റേറ്റിനായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് ബേസിക് സിവിൽ റൈറ്റ്സ് ഡിനൈ ചെയ്യുകയും ഇൻഡിവിജ്വൽസിനെക്കാളും എബോവ് സ്റ്റേറ്റ് ആണെന്ന് ഗ്ലോറിഫൈ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇതിന്റെ കീ ഫീച്ചേഴ്സ് വന്നിട്ട് ഡെമോക്രസിന്റെ റിജക്ഷൻ, അതുപോലെ തന്നെ സിംഗിൾ ഡിക്റ്റേറ്ററിന്റെ സപ്പോർട്ട്, അതുപോലെ ഇത് വന്നിട്ട് സോഷ്യലിസം ഒപ്പോസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ടെററും അതുപോലെ സീക്രട്ട് ആയിട്ടുള്ള പോലീസ് യൂസ് ചെയ്തിട്ടായിരുന്നു പൊളിറ്റിക്കൽ ഒപ്പോണൻസിനെ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വന്നിട്ട് എക്സ്ട്രീം ആയിട്ടുള്ള നാഷണലിസം പ്രൊമോട്ട് ചെയ്തു. പിന്നെ വാറും വയലൻസിനൊക്കെ മഹത്വമാക്കി കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Totalitarianism is a system of government where the state has complete control over every aspect of public and private life. It glorifies the state above the individual and denies basic civil rights. Its key features include the rejection of democracy and support for a single dictator. It is opposed to socialism and uses terror and secret police to eliminate political opponents. Totalitarian states also promote extreme nationalism and glorify war and violence. Question: Compare the rise of Mussolini in Italy and Hitler in Germany. ജർമ്മനിയിലുള്ള ഹിറ്റ്ലറുടെയും ഇറ്റലിയിലുള്ള മുസോളിനിയുടെയും ഉയർച്ചയെ കുറിച്ചിട്ട് കമ്പയർ ചെയ്യുക. ഇപ്പൊ ബെനിറ്റോ മുസോളിനിയാണ് ഇറ്റലിയിൽ ഫാസിസ്റ്റ് പാർട്ടി ഫൗണ്ട് ചെയ്തത്. അദ്ദേഹം വന്നിട്ട് 1922 റോമിലോട്ടുള്ള മാർച്ചിന് ശേഷം അദ്ദേഹത്തിന്റെ മിലിറ്ററി ആയിട്ടുള്ള ബ്ലാക്ക് ഷർട്ട്സിനെ യൂസ് ചെയ്തിട്ട് ടെറർ ക്രിയേറ്റ് ചെയ്യുകയും അതുപോലെ പവർ സീസ് ചെയ്യുകയും ചെയ്തു. അഡോൾഫ് ഹിറ്റ്ലർ വന്നിട്ട് ജർമ്മനിയിൽ നാസി പാർട്ടിയാണ് ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇദ്ദേഹവും 1923 പവർ സീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ മിലിറ്ററി ആയിട്ടുള്ള ബ്രൗൺ ഷർട്ടിനെ യൂസ് ചെയ്യുകയും പക്ഷെ അവിടെ അദ്ദേഹം ഫെയിൽ ആവുകയും അദ്ദേഹം ജയിലിൽ കടക്കുകയും ചെയ്തു. പിന്നീട് ഇലക്ഷനിലൂടെ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ മാനിപ്പുലേഷൻ വഴി 1933 ലീഗലായിട്ട് പവറിൽ വരികയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Benito Mussolini founded the fascist party in Italy. He used his militia, the black shirts, to create terror and seized power after the march on Rome in 1922. Adolf Hitler led the Nazi party in Germany. He also had a militia, the brown shirts, and attempted to seize power in 1923 but failed and was jailed. Later, Hitler came to power legally in 1933 through political manipulation after an election. Question: Describe the main features of Nazism in Germany. ജർമ്മനിയിലുള്ള നാസിസത്തിന്റെ മെയിൻ ഫീച്ചേഴ്സ് ഡിസ്ക്രൈബ് ചെയ്യുക. അപ്പം നാസിസം എന്ന് പറയുന്നത് ജർമ്മനിയിലുള്ള അഡോൾഫ് ഹിറ്റ്ലർ പാർട്ടിയുടെ ടോട്ടലിറ്റാറിയൻ ഐഡിയോളജിയാണ്.
അപ്പോൾ ഇത് വന്നിട്ട് എക്സ്ട്രീം നാഷണലിസത്തിൻ്റെ ബേസിസിലായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹിറ്റ്ലർ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ സീക്രട്ട് പോലീസ് ഫോഴ്സ് ആയിട്ടുള്ള ഗെസ്റ്റാപ്പോയിന് യൂസ് ചെയ്തിട്ടായിരുന്നു ഒപ്പോസിഷൻ ആൾക്കാരിനെ സപ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇദ്ദേഹം മെയിനായിട്ട് ടാർഗറ്റ് ചെയ്തത് കമ്മ്യൂണിസ്റ്റ്, സോഷ്യലിസ്റ്റ് പോലെയുള്ള പൊളിറ്റിക്കൽ ഒപ്പോണൻസിനെയാണ്. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Nazism was the totalitarian ideology of Adolf Hitler's party in Germany. It was based on the extreme nationalism and the racist belief in the superiority of the German race. Hitler used a secret police force called the Gestapo to suppress all opposition. He systematically targeted and eliminated political opponents like communists and socialists. The Nazis also carried out the genocide of Jews and other minorities, which led to the Holocaust. Question: What was the Treaty of Versailles and why was it a cause for the Second World War? Treaty of Versailles പറഞ്ഞ എന്തായിരുന്നു, അതെങ്ങനെയാണ് സെക്കൻഡ് വേൾഡ് വാറിന് കോസ് ആയത്? ഇപ്പോൾ ട്രീറ്റി ഓഫ് വെർസൈലസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം 1919 സൈൻ ചെയ്ത ഒരു ഉടമ്പടിയാണ്. അപ്പോൾ ഇത് ജർമ്മനിക്ക് വളരെയധികം തിരിച്ചടിയായി. കാരണം എന്താണെന്ന് വെച്ചാൽ ജർമ്മനിയുടെ കുറേ കോളനീസ് നഷ്ടമാവുകയും അതുപോലെ തന്നെ യൂറോപ്പിലുള്ള കുറേ ടെറിട്ടറീസും ജർമ്മനിക്ക് നഷ്ടമായി. പിന്നെ വന്നിട്ട് ഇവരുടെ മിലിറ്ററിക്ക് കുറേ റെസ്ട്രിക്ഷൻസ് വെക്കുകയും ചെയ്തു. ഈ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടും അതുപോലെ തന്നെ അപമാനവും ജർമ്മനിയിലുള്ള ജനങ്ങൾക്ക് വളരെയധികം വിരോധം ഉണ്ടാക്കി. അപ്പോൾ ഈ ഒരു ചാൻസ് നോക്കിയിട്ട് ഹിറ്റ്ലർ അവിടെ പവറിൽ വരികയും സെക്കൻഡ് വേൾഡ് വാറിന് ഒരു മേജർ കോസ് ആയിട്ട് മാറുകയും ചെയ്തു. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Treaty of Versailles was the peace treaty signed after the First World War in 1919. It was very harsh on Germany. Germany lost all its colonies and some of its territories in Europe. Its military was severely restricted and it was forced to pay huge war reparations. This humiliation and economic hardship created deep resentment among Germans, which Hitler used to rise to power, making the treaty a major cause of the Second World War. Subscribe to this channel for more videos like this. Question: What was the policy of appeasement? Appeasement policy എന്തായിരുന്നു? അപ്പോൾ പോളിസി ഓഫ് അപ്പീസ്മെന്റ് എന്ന് പറയുന്നത് 1930s ബ്രിട്ടനും ഫ്രാൻസും ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്ന ഡിപ്ലോമാറ്റിക് സ്ട്രാറ്റജി ആയിരുന്നു. അപ്പോൾ ഇതിനകത്ത് മറ്റൊരു യുദ്ധം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹിറ്റ്ലറിന്റെ ചില അഗ്രസീവ് ഡിമാൻഡ്സ് ഒക്കെ അവർ വഴങ്ങിക്കൊടുത്തു. അപ്പോൾ ഹിറ്റ്ലറിന്റെ ജർമ്മനി എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയനിൽ നിന്നും വരുന്ന കമ്മ്യൂണിസം സ്പ്രെഡ് ചെയ്യുന്നതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു യൂസ്ഫുൾ ബാരിയർ ആയിട്ടാണ് അവർ കണ്ടത്. അതിന് ഒരു ഫേമസ് ആയിട്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1938 മുനിച്ച് എഗ്രിമെന്റ് ആണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ചെക്കോസ്ലാവിയാക്കിയൻ്റെ ഒരു പാർട്ട് ഹിറ്റ്ലറിന് അലോ ചെയ്ത് കൊടുക്കുകയാണ് ഇവർ ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഒരു പോളിസി വന്നിട്ട് ഹിറ്റ്ലറിന് കൂടുതൽ കോൺഫിഡൻ്റ് ആക്കുകയും അദ്ദേഹത്തിൻ്റെ അഗ്രഷൻ എൻകറേജ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The policy of appeasement was a diplomatic strategy followed by Britain and France in the 1930s. They gave in to some of Hitler's aggressive demands to avoid another war. They saw Hitler's Germany as a useful barrier against the spread of communism from the Soviet Union. The most famous example is the Munich Agreement of 1938, where they allowed Hitler to take a part of Czechoslovakia. This policy only made Hitler more confident and encouraged his aggression. Question: What was the immediate cause of the Second World War? Second World War's immediate cause എന്തായിരുന്നു? അപ്പോൾ സെക്കൻഡ് വേൾഡ് വാർ വന്നിട്ട് നാസി ജർമ്മനിയുടെ ആക്രമണത്തിൽ നിന്ന് തുടർന്നാണ് ഉണ്ടായത്. അതായത് സോവിയറ്റ് യൂണിയനുമായിട്ടുള്ള നോൺ അഗ്രഷൻ ആക്ട് വന്നിട്ട് ഹിറ്റ്ലറിനെ സുരക്ഷിതനായി തന്നെ തോന്നിപ്പിച്ചു. അപ്പോൾ 1939 വന്നിട്ട് സെപ്റ്റംബർ 1 ജർമ്മനി പോളണ്ടിൽ പ്രവേശിച്ചു. അപ്പോൾ ഇത് വന്നിട്ട് ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും ഫൈനൽ സ്ട്രോ ഓഫ് ഇൻവേഷൻ ആയിരുന്നു. അപ്പോൾ പോളണ്ടിനെ സംരക്ഷിക്കാമെന്നുള്ള വാഗ്ദാനം പാലിക്കാൻ വേണ്ടിയിട്ട് അവർ 2 ദിവസം കഴിഞ്ഞ് ജർമ്മനി മേലെ യുദ്ധം പ്രഖ്യാപിച്ചു. ഇങ്ങനെയാണ് സെക്കൻഡ് വേൾഡ് വാർ യുദ്ധം സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Second World War began with an act of aggression by Nazi Germany. After signing a non-aggression pact with the Soviet Union, Hitler felt secure. On September 1, 1939, Germany invaded Poland. This invasion was a final straw for Britain and France. Honoring their promise to defend Poland, they declared war on Germany 2 days later, officially starting the war. Question: What is neo-colonialism?
നിയോ കൊളോണിയലിസം പറഞ്ഞാൽ എന്താണ്? നിയോ കൊളോണിയലിസം എന്ന് പറയുന്നത് പഴയ കോളനീസ് ഇൻഡിപെൻഡൻസ് ഗെയിൻ ചെയ്തതിന് ശേഷം പ്രാക്ടീസ് ചെയ്തിട്ടുള്ള മോഡേൺ ഫോം ഓഫ് കൊളോണിയലിസം ആണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഡയറക്റ്റ് പൊളിറ്റിക്കൽ കൺട്രോളിന് പകരം വീക്കർ നേഷൻസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പവർഫുൾ കൺട്രീസ് യൂസ് ചെയ്തിട്ടുള്ള എക്കണോമിക്കും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പവറാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പോളിസി വന്നിട്ട് USA പോലത്തെ കൺട്രീസ് അവരുടെ ഇൻഫ്ലുവൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അഡോപ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു പോളിസി വന്നിട്ട് എക്കണോമിക് ഡിപ്പെൻഡൻസി ക്രിയേറ്റ് ചെയ്യുകയും പവർഫുൾ നേഷൻസ് വന്നിട്ട് പുവറർ കൺട്രീസിന് അതിൻ്റെ റിസോഴ്സസ് പോളിസീസ് ഒക്കെ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സ് എങ്ങനെ എഴുതാൻ നോക്കാം. Neo-colonialism is a modern form of colonialism practiced after the old colonies gained independence. Instead of direct political control, powerful countries use economic and financial power to exploit weaker nations. This policy was adopted by countries like the USA to maintain their influence. They provide loans and financial aid to newly independent countries. This creates economic dependency and allows the powerful nations to control the resources and policies of the poorer countries. Question: What were the major results of the Second World War? Second World War's major results എന്താണ്? സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം മില്യൺസ് ഓഫ് സോൾജേഴ്സും അതുപോലെ തന്നെ സിവിലിയൻസും അവരുടെ ലൈഫ് നഷ്ടമായി. അതുപോലെ തന്നെ യൂറോപ്പിലുള്ള എക്കണോമീസ് ഒക്കെ ഡിസ്ട്രോയ് ആയി. യൂറോപ്യൻ കൊളോണിയൽ എംപേഴ്സ് ഒക്കെ കൊളാപ്സ് ആയി. അതുപോലെ തന്നെ ഏഷ്യയിലും അതുപോലെ ആഫ്രിക്കയിലുള്ള കോളനീസിന് ഇൻഡിപെൻഡൻസ് ലഭിച്ചു. പിന്നെ യൂറോപ്പിൻ്റെ ഗ്ലോബൽ ഡൊമിനൻസിന് ഒരു എൻഡ് ഉണ്ടായി. പിന്നെ അവിടെ ഉണ്ടായിട്ടുള്ള പുതിയ ഗ്ലോബൽ സൂപ്പർ പവേഴ്സ് എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സും അതുപോലെ സോവിയറ്റ് യൂണിയനുമായിരുന്നു. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Second World War had devastating and far-reaching consequences for the world. Millions of soldiers and civilians lost their lives and economies in Europe were destroyed. European colonial empires collapsed and the colonies in Asia and Africa began to gain independence. Europe's global dominance came to an end. The United States and the Soviet Union emerged as the two new global superpowers, setting the stage for the Cold War. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വൺ വേർഡ് ക്വസ്റ്റ്യൻസും ഫിൽ ദ ബ്ലാങ്ക്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ: ദ യൂറോപ്യൻ എക്സ്പ്ലോറേഴ്സ് കമ്പയർഡ് ദ ന്യൂ ഫൗണ്ട് വെൽത്ത് ഓഫ് ദി വേൾഡ് ടു എ കേവ് ദാറ്റ് ഓപ്പൺ വിത്ത് ദ മാജിക് ഫ്രേസ് ഡാഷ്. ആൻസർ: ഓപ്പൺ സെസേം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇൻ 1948 വാസ്കോ ഡ ഗാമ റീച്ച്ഡ് ദ ഷോർസ് ഓഫ് ഡാഷ് ഇൻ കോഴിക്കോട്, ഇന്ത്യ. ആൻസർ: കാപ്പാട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ ജർമ്മൻ cartographer Martin Waldseemüller named the new continent America in honor of dash. Answer: Americo Vespucci. Next question: the system of trade linking Europe, Africa and the Americans was known as the dash. Answer: triangular trade. Next question: the economic policy where a nation's wealth was measured by the gold and silver it possessed was called dash. Answer: mercantilism. Next question: the silver and gold collected as wealth by mercantilist nations were known as dash. Answer: bullion. Next question: the economic system where merchants supplied raw materials to artisans working in their homes was known as dash. Answer: merchant capitalism. Next question: the Industrial Revolution began in the dash industry in England. Answer: textile. Next question: the series of changes that took place in England's agricultural sector in the 17th century is known as the dash. Answer: Agrarian Revolution. Next question: Karl Marx and Friedrich Engels transformed socialism into practical and scientific dash. Answer: ideology. Next question: the cartoon in the textbook depicts King Leopold of Belgium as a snake constricting a native of dash. Answer: Congo. Next question: the movement led by Serbia to unite the Slavic people was known as the Dash movement. Answer: Pan-Slav movement. Next question: the military alliances between Germany, Austria-Hungary and Italy before the World War I was called the Dash. Answer: Triple Alliance. Next question: the military alliance between England, France and Russia before World War I was called the Dash. Answer: Triple Entente. Next question: the immediate trigger for World War I was the assassination of Archduke Dash. Answer: Franz Ferdinand. Next question: the international organization formed after World War I to maintain peace was the Dash. Answer: League of Nations.
Next question. The founder of fascism in Italy was dash. Answer Benito Mussolini. Next question. Hitler's secret police in Nazi Germany was known as the dash. Answer Gestapo. Next question. The policies of giving in to Hitler's demands to avoid war was known as the policy of dash. Answer appeasement. Next question. The ideological confrontation between the USA and the Soviet Union after World War II is known as the dash. Answer Cold War. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.